സോ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് ആസ് എ ഫൊറിയർ ഇൻ്റഗ്രൽ ആൻഡ് ഡിറ്റർമിൻ വാട്ട് ദിസ് ഇൻ്റഗ്രൽ കൺവേർജസ് ടു. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക, ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഗോള് എഫ് ഓഫ് എക്സ് ആസ് എ ഫൊറിയർ ഇൻ്റഗ്രൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. തേർഡ് ഗോള് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്തെന്ന് നോക്കണം. എഫ് ഓഫ് മൈനസ് എക്സ്, അപ്പോൾ ഇ റേസ് ടു മൈനസ് മോഡ് മൈനസ് എക്സ്. പക്ഷേ ഈ മോഡ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് തന്നെയാണ്. ഓക്കെ, മോഡ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് തന്നെയാണ്. സോ ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് തന്നെ കിട്ടും. ഓക്കെ, സോ എഫ് ഓഫ് എക്സും ഒരേ ആൻസർ, എഫ് ഓഫ് മൈനസ് എക്സും ഒരേ ആൻസർ. സോ അതിൻ്റെ മീനിങ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഇംപ്ലൈസ് ഇറ്റ്സ് ആൻ ഈവൻ ഫങ്ഷൻ, ഇംപ്ലൈസ് ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 0, എ ഓഫ് ഒമേഗയ്ക്ക് ഒരു ആൻസർ ഉണ്ട്. സോ നമുക്ക് എ ഓഫ് ഒമേഗ കണ്ടെത്താം. എ ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഈവൻ ഫംഗ്ഷൻ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ, ഈവൻ ഫംഗ്ഷൻ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. സോ ഈവൻ ഫംഗ്ഷൻ്റെ കേസുകളിലെല്ലാം 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതിയാൽ മതി. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോസിറ്റീവ് ഇൻ്റർവെല്ലിൽ നിൽക്കുകയാണ് അല്ലേ, 0 ടു ഇൻഫിനിറ്റി നിൽക്കുകയാണ്. സോ 0 ടു ഇൻഫിനിറ്റി നിൽക്കുന്നതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ മോഡ് എക്സ് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഡൗട്ടുള്ളവർക്ക് ഇവിടെ നോക്കാം. എ ഓഫ് ഒമേഗ എന്താണ്? 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഈവൻ ഫംഗ്ഷനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഈ മൈനസ് ഇൻഫിനിറ്റി ആവശ്യമില്ല, 0 ടു ഇൻഫിനിറ്റി വരെ ചെയ്താൽ മതി. 0 ടു ഇൻഫിനിറ്റി വരെ ചെയ്യുമ്പോൾ എന്താണ്? 2 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ, 2 ഇൻറ്റു 1/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അതിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഇ റേസ് ടു മൈനസ് മോഡ് എക്സ്. പക്ഷേ നമ്മൾ പോസിറ്റീവ് ഇൻ്റർവെല്ലിലായതുകൊണ്ട് മൈനസ് എക്സ് എന്ന് എഴുതിയാൽ മതി. കാരണം എന്തുകൊണ്ട്? മോഡ് എക്സ് എക്സിന് തുല്യമാണ്. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ആണ്. എന്താണ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ്? അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എയുടെ സ്ഥാനത്ത് എന്താണെന്ന് എഴുതുക? -1 എഴുതുക. ബിയുടെ സ്ഥാനത്ത് ഒമേഗ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് ഉത്തരം വരും ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. അപ്പോൾ അത് നമുക്ക് കൂടെ അപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 2/π അങ്ങനെ തന്നെ കിടക്കട്ടെ. അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് -1 ദ ഹോൾ സ്ക്വയർ. -1 ദ ഹോൾ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. പ്ലസ് ബി സ്ക്വയർ, അതായത് ഒമേഗ സ്ക്വയർ എ, അതായത് -1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി, അത് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. വിച്ച് ഈസ് ഈക്വൽ ടു 2/π. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, ഇ റേസ് ടു 0 1, ഇത് ഓർത്ത് വെച്ചിരിക്കുക. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇൻഫിനിറ്റി എടുത്ത് എക്സിന് കൊടുക്കുക. ഓക്കെ, ഇൻഫിനിറ്റി എടുത്ത് എക്സിന് കൊടുക്കുമ്പോൾ ആ ഹോൾ ടേം എന്താവും? 0 ആവും അല്ലേ. ആ ഹോൾ ടേം 0 ആവും. കാരണം നമ്മൾ എക്സിന് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഇൻഫിനിറ്റി ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. പക്ഷേ ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ ആൻസർ എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. പിന്നെ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, 0 മൈനസ് അടുത്ത ആരാണ്? 0 അല്ലേ. 0 ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം,
ഇവിടെയും കൊടുക്കണം. പക്ഷേ സൈൻ 0 എന്താണെന്ന് അറിയാം. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്, ഇ റേസ് ടു 0 അതും 1 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 1/1² പ്ലസ് ഒമേഗ സ്ക്വയർ, 1² 1 തന്നെയാണ്, ഇൻറ്റു മൈനസ് കോസ് 0 വരും അല്ലേ. കോസ് 0 എന്ന് പറയണത് 1 ആണ്. സോ -1 × 1 പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ 0 എന്ന് വരും അല്ലേ. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ സൈൻ 0 0 അല്ലേ. സോ ഒമേഗ ഇൻറ്റു 0, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2/π. ശ്രദ്ധിച്ച് നോക്കുക, ഇവിടുത്തെ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും അല്ലേ. സോ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ, 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് എ ഓഫ് ഒമേഗ കിട്ടി 2/π ഇൻറ്റു 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. എങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 2 ഈസ് ടു ഫൈൻഡ് എഫ് ഓഫ് എക്സ് ആസ് എ ഫൊറിയർ ഇൻ്റഗ്രൽ. എഫ് ഐ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഫൊറിയർ ഇൻ്റഗ്രലാണ്. അതായത് എഫ് ഓഫ് എക്സിനെ ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ രൂപത്തിൽ കണ്ടെത്തുക. എങ്കിൽ എങ്ങനെ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം? എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ്. പക്ഷേ ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ പാർട്ട് കംപ്ലീറ്റ്ലി എന്താവും? 0 ആവും. അതുകൊണ്ട് അവിടെ ഇല്ല അല്ലേ. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. എന്തുകൊണ്ട്? നമുക്ക് ആൻസർ വേണ്ട എക്സിൻ്റെ രൂപത്തിലാണ്. സോ ഇവിടെ ഒമേഗ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു എ ഓഫ് ഒമേഗയുടെ സ്ഥാനത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക 2/π 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. സോ നിങ്ങൾ 2/π ഒരു കാര്യം ചെയ്യുക, 2/π അപ്പുറത്ത് കൊണ്ടുപോവുക. ഓക്കെ, നമുക്ക് ഓൾറെഡി ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ രൂപത്തിൽ കിട്ടി. ഇനി നമുക്ക് 2/π അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഇസ് ഈക്വൽ ടു π/2 എഫ് ഓഫ് എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു π/2 ഇ റേസ് ടു മൈനസ് മോഡ് എക്സ്.